നമസ്കാരം. മോദിയുടെ ദുർഭരണം ഇന്ത്യയുടെ മനസ്സിനേറ്റ പൊള്ളലായി തന്നെ തുടരുന്ന മണിപ്പൂർ വംശീയ കലാപത്തിന് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. രാഷ്ട്രീയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി BJP ഉയർത്തിവിട്ട ഭിന്നിപ്പ് മണിപ്പൂർ സംസ്ഥാനത്തെ രണ്ടായി വേർതിരിക്കുകയായിരുന്നു. ഇതിപ്പോഴും അവസാനിക്കാത്ത സംഘർഷങ്ങളുടെ ഭൂമിയായി മണിപ്പൂരിനെ അത് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. കുക്കി സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് ചെയ്യിച്ചതടക്കമുള്ള മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തുന്നതായിരുന്നു. കലാപത്തിൻ്റെ വാർഷിക ദിവസത്തിൻ്റെ ഭാഗമായി കുക്കി മെയ്തി സംഘടനകൾ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് വീണ്ടും സംഘർഷങ്ങളിലേക്ക് മാറുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. കുക്കി സംഘടനകൾ മരിച്ചവരുടെയും ഉണർവിൻ്റെയും ഓർമ്മ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുമ്പോൾ മെയ്തി ഗ്രൂപ്പുകൾ അനധികൃത കുടിയേറ്റക്കാർ ആക്രമണം ആരംഭിച്ച ദിവസമായാണ് ഇന്ന് ആചരിക്കുന്നത്. മെയ്തികൾ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് മെയ്തികളും കുക്കികളും തമ്മിലുള്ള വംശീയ സംഘർഷം തുടങ്ങുന്നത്. സംഘർഷത്തിൽ 220-ലേറെ മനുഷ്യരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. പലരും ആ ഒരു ട്രോമയിൽ നിന്നും ഇതുവരെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ട് പോലുമില്ല. 10,000-കണക്കിന് ആളുകൾ വീടുകൾ നഷ്ടമായിട്ട് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. പിന്നീടായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്ന് കണ്ടപ്പോൾ മെയ്തികളെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഹൈക്കോടതി വിധി റദ്ദാക്കുകയും ചെയ്തു. ഇപ്പോൾ സംസ്ഥാനത്ത് തദ്ദേശീയ ട്രൈബൽ ലീഡേഴ്സ് ഫോറം ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കാങ്പോപി ജില്ലയിൽ കുക്കി സംഘടനകളുടെ നേതൃത്വത്തിൽ രക്തസാക്ഷികളുടെ അനുസ്മരണ സമ്മേളനവും ഇന്ന് നടക്കും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളെയും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും പോലെ മതധ്രുവീകരണം പ്രതിഫലിക്കുന്ന ഹിന്ദു, മെയ്തേയ്, ക്രിസ്ത്യൻ, കുക്കീസോ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായാണ് ഈ സംഘർഷവും പലപ്പോഴും നിസാരവൽക്കരിക്കപ്പെടുന്നത്. കുക്കീസോ സമുദായം ഏതാണ്ട് പൂർണ്ണമായും ക്രിസ്തുമത വിശ്വാസികളാണെങ്കിലും മെയ്തേയ് വിഭാഗക്കാർ ഹിന്ദുമതത്തിൻ്റെ സംയോഗവും തങ്ങളുടെ തദ്ദേശീയ വിശ്വാസ സമ്പ്രദായമായ സനാമഹിസവുമാണ് പിന്തുടരുന്നത്. മെയ്തേയിലെ ചെറിയൊരു വിഭാഗം ക്രിസ്തുമതവും ഇസ്ലാം മതവും പിന്തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും മണിപ്പൂരിൽ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിഷ്ണുപൂരിൽ മെയ്തി വനിതാ വിഭാഗമായ മീര പൈബിസും സുരക്ഷാ സേനയും തമ്മിൽ സംഘർഷമുണ്ടായി. സേനയുമായി ഏറ്റുമുട്ടിയ സ്ത്രീകൾ കസ്റ്റഡിയിലുണ്ടായിരുന്ന 11 തടവുകാരെ മോചിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വെടിയുതിർക്കേണ്ടി വന്നുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.